ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നൊരു ട്രിപ്പ് വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ മൂന്നാളും കൂടി പോകുന്ന ഫസ്റ്റ് ലോങ് ട്രിപ്പാണ്. നമ്മൾ എവിടേക്കാണെന്ന് തീരുമാനിച്ചത് നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെയാണ് കേട്ടോ. നമ്മൾ രാത്രി ഒരു 10 മണിയോടെ ആണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ വയനാട് ത്രൂ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അടിവാരത്തെത്തി അവിടുന്ന് ചെറിയൊരു ചായ കുടിച്ച് അവിടെ നിന്നാണ് നമ്മൾ കൂർഗിലോട്ട് പോകാം എന്ന് മൈസൂർ റൂട്ടാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് ഫൈനലൈസ് ചെയ്തത്. നമ്മൾ നല്ല രാത്രി ആയതുകൊണ്ട് തന്നെ റോട്ടിൽ കാട്ടുപോത്ത്, ആന, മാന്, ഈ ടണ്ണർ കാണുന്നുണ്ടോ, അതൊക്കെ മാനിൻ്റെ ആണ് കേട്ടോ. ശരിക്കും വീഡിയോയിൽ ക്ലിയർ അല്ലെങ്കിലും നമുക്ക് അപ്പോഴാണായിരുന്നു വണ്ടിൻ്റെ ലൈറ്റ് കൊണ്ട്. പിന്നെ നമ്മൾ ഒരു പുലർച്ചെ ഒരു 3 മണിയോടെയാണ് നമ്മൾ കൂർഗിലെത്തണേ. അവിടെ നിന്ന് തന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് ഡിലേ ആയി നമ്മുടെ റൂമൊക്കെ കിട്ടാനായിട്ട്. ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ എണീറ്റപ്പോൾ റൂമിലുണ്ടായിരുന്നൊരു വ്യൂ ആണ് കേട്ടോ. സമയം ഒരു 11:30 ആയെങ്കിലും മഞ്ഞൊന്നും അങ്ങനെ പോയിട്ടില്ല. ഇപ്പോഴും ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നല്ലൊരു സ്യൂട്ടബിൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മുടെ റൂം എടുത്തപ്പോൾ റൂമിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉഴുന്നുവടയും ഞങ്ങൾ പൂരി മസാല കണ്ടോ കഴിച്ചത്. ഫുഡൊക്കെ എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഈ ഒരു ഫോട്ടോസിൽ വെച്ചിട്ടാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എടുത്ത് തന്നെ റൗണ്ട് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചത് കേട്ടോ. കാരണം ഒരുപാട് ഇന്നലെ ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ റെഡിയായി ചെറിയൊരു ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഗവൺമെൻറ് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അഫൂനെ ഒരുക്കി ഇറക്കാനാണ് കേട്ടോ. അത്യാവശ്യം നല്ല പാടാണ് ആളെ ഒരുക്കി ഇറക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എടുക്കണം കണ്ടിട്ട് വീഡിയോ എടുക്കണ്ടെന്നും പറഞ്ഞിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കണ റൂമിൽ നിന്ന് ഒരു ഏകദേശം ഒരു 8 മിനിറ്റോളം ഉള്ളൂ നമുക്ക് ഈ ഗവൺമെൻറ് മ്യൂസിയത്തിലേക്ക് കേട്ടോ. ചെറിയൊരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇത് ഗവൺമെൻറ് ഹെറിറ്റേജ് മ്യൂസിയമാണ്. ഇവിടെ ഒരു പുലിൻ്റെ സ്റ്റാച്ചു ആണ് എനിക്കവിടെ മെയിനായിട്ട് അട്രാക്റ്റ് ആയത്. പിന്നെ അവിടെ പണ്ടത്തെ തോക്കുകൾ, കറൻസി, ബുട്ട്സ്, അവിടുത്തെ പിന്നെ ചരിത്രം എന്താണെന്നുള്ള ബുട്ട്സ്, അങ്ങനത്തെ ഒക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ രാജാക്കന്മാരുടെ സ്റ്റാച്ചു അങ്ങനത്തെയൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങിയത് നേരെ രാജാ സീറ്റ് ഗാർഡനിലേക്കാണ്. ഇവിടെയും ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ നടക്കാൻ പറ്റും. അവനാണെങ്കിൽ ഇങ്ങനെ നടക്കാനാണ് ഇഷ്ടം, നമ്മൾ പിടിക്കാണ്ട് അവൻ ഒറ്റയ്ക്ക് നടക്കാനാണ് അവനും ഇഷ്ടം. പപ്പൻ്റെ സ്റ്റാച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പപ്പയ്ക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തത്. പിന്നെ നമ്മളതിൽ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ 3 ആളല്ലേ പോകുന്നത്. അപ്പോൾ ഒരാളെന്തായാലും അഫൂനെ തന്നെ നോക്കി നിൽക്കണം. കണ്ണ് തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും. അപ്പോൾ നമ്മൾ അതിനും വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യായിരുന്നു നമ്മളുടെ ട്രിപ്പ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് അവിടെ നല്ലൊരു ചാറ്റൽ മഴ കിട്ടിയിട്ടോ. നമ്മുടെ കയ്യിൽ കുടയൊന്നും ഉണ്ടായില്ല. കുട ഉണ്ടായിരുന്നു, പക്ഷേ കുട വണ്ടിയിലായിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ അവിടെ നിന്ന് കൊണ്ടു. പക്ഷെ നല്ല വൈബായിരുന്നു, നല്ലൊരു അടിപൊളി സീനായിരുന്നു കേട്ടോ അവിടെ. മഞ്ഞ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ മഴയും കൂടി ആയപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്കവിടെ. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഒരു ആനയുടെ സ്റ്റാച്ചു കണ്ടത്. അപ്പോൾ ആണെങ്കിൽ ആനപ്പിരാന്തനാണ്. അപ്പോൾ അവനവിടെ എത്തിയിട്ടത് സ്റ്റാച്ചു തൊടണം, ആനയുടെ പുറത്ത് കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാശിയായിരുന്നു കേട്ടോ അവിടെ നിന്ന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചണത് വേറൊരു ഡെസ്റ്റിനേഷനിലേക്കാണ്. ആപ്പി ഫോൾസ് എന്നാണ് കേട്ടോ അതിനെ പറയുന്ന പേര്. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേനും ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ മീൻസ് ആ ഒരു ടൈമിൽ ഒരു 11:30 ആയപ്പോൾ ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം വിശന്ന്. അപ്പോൾ അഫൂന് നമ്മൾ ബ്രെഡും അതേപോലെ പീനട്ട് ബട്ടറും ഉണ്ടോ കൊടുത്തത്. അപ്പോൾ നമ്മളും അത് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ നൈറ്റ് അത്യാവശ്യം നല്ല ഫുഡായിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേനും അഫു ഉറങ്ങി കേട്ടോ. അവിടെ ആപ്പി ഫോൾസിലെത്തിയപ്പോഴത്തേനും അഫു ഉറങ്ങി. ഇതാണ് കേട്ടോ അവിടുത്തെ എൻട്രൻസ് വരുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ ഫസ്റ്റ് വ്യൂ. നമ്മൾ നടന്ന് വരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി കാണാം. മുകളിൽ നിന്ന് വരുന്നത് നമ്മൾ അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് ആ മുകളിലത്തെ വ്യൂ കാണാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ചാടുന്നതേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റിലൊന്നും അഫു അറിഞ്ഞിട്ട് തന്നെ ഇല്ല നമ്മൾ ഇവിടെ എത്തിയതൊന്നും. പിന്നെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം അവനെ എണീപ്പിക്കുകയായിരുന്നു ഇത് കാണാനായിട്ട്.
അപ്പോൾ ആബി ഫോൾസ് രണ്ടും നമ്മൾ മൂന്നാളും നല്ല ഹാപ്പിയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നമുക്ക് നല്ലൊരു ഹാപ്പി ആയിരുന്നു. നമുക്ക് എല്ലാം കൊണ്ടും കാലാവസ്ഥ കൊണ്ടായാലും പിന്നെ നമ്മൾക്ക് മൂന്നാൾക്കായാലും അഫുനായാലും രാവിലെ എണീക്കാനായാലും അവനെ കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആളും ഹാപ്പിയായി, നമ്മളെല്ലാവരും ഹാപ്പിയായി. അപ്പം ഇന്നത്തെ ടർക്ക് ഇവിടെ നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇനി രാത്രി ഫുഡ് കഴിക്കാൻ നിർത്താമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലായിട്ട് കാണാം കേട്ടോ. വോയിസ് ഓവർ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിച്ച് തരണം കേട്ടോ. പുതിയ വീഡിയോസിലൊക്കെ ഞാനത് മേക്കപ്പ് ചെയ്യണതായിരിക്കും എന്തായാലും. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.